ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ട്രാവൽ ഇറ്റ്. ഈ കാണുന്നതാണ് സ്ലൈം. വളരെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സ്ലൈം. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സ്ലൈം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഗമ്മാണ്. ഗം ഒരു കുപ്പി, പിന്നെ സ്ലൈം ആക്ടിവേറ്റർ. ഞാനീ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്ന 150 ml ഒരു ഗമ്മാണ്. പിന്നെ സ്ലൈം ആക്ടിവേറ്റർ, അത് നമുക്ക് ഉണ്ടാക്കാം. സ്ലൈം ആക്ടിവേറ്റർ ഉണ്ടാക്കുന്നത് കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഒഴിച്ചാൽ മതി. ഈ 3 സാധനങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ളത്. പിന്നെ എന്തെങ്കിലും നിറം കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട, അത് ഓപ്ഷണലാണ്. നമുക്ക് കുറച്ച് അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ നിറം വല്ലതും ഇടണമെങ്കിൽ ആഡ് ചെയ്യാം. വീട്ടിൽ എക്സ്പയർ ആയി കിടക്കുന്ന ഒരുപാട് നിറങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നിറങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സ്ലൈം ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് സ്ലൈം ആക്ടിവേറ്റർ ഒന്ന് ഉണ്ടാക്കാം. ഇതാ കുറച്ച് വെള്ളം എടുത്തതിലേക്ക് ബേക്കിംഗ് സോഡ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ സ്ലൈം ആക്ടിവേറ്റർ റെഡിയായി. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ബേക്കിംഗ് സോഡ ഇട്ടു. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ബേക്കിംഗ് സോഡയും വെള്ളത്തിൽ ലയിച്ച് ചേരുന്നത് വരെ ശരിക്കും അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലൈം ആക്ടിവേറ്റർ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിനി ചെയ്യേണ്ടത് ഒരു പാത്രം എടുത്തിട്ട് ഈ ഗമ്മ് മുഴുവനായിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിക്കുക. ഞാൻ ഈ ഗമ്മ് മുഴുവനായിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു. സ്ലൈമിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് ഗം എടുക്കാവുന്നതാണ്. കുറച്ച് സ്ലൈം മതിയെങ്കിൽ കുറച്ച് ഗം എടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചധികം ഗമ്മ് തന്നെ എടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ സ്ലൈം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഗം എടുക്കുക. നിങ്ങൾക്ക് കുറച്ച് സ്ലൈമേ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഗം എടുത്താൽ മതി. കൂടുതൽ സ്ലൈം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഗം എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നിറങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. റെഡ്, വീട്ടിലുള്ള എക്സ്പയർ ആയിട്ടുള്ളൊരു മേക്കപ്പ് ബോക്സാണ്. അപ്പോൾ അതിലുള്ള കളറുകളെല്ലാം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു. റെഡ് കളറ്, അങ്ങനെ വെറൈറ്റി കളേഴ്സ് എല്ലാം മിക്സ് ചെയ്ത് കുറച്ച് അട്രാക്റ്റീവ് ആക്കാം നമുക്ക്. ഇതുപോലെ എല്ലാ കളേഴ്സും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വേറെ വെറൈറ്റി കളർ ലഭിക്കും. അപ്പോൾ സ്ലൈം കുറച്ചും കൂടി അട്രാക്റ്റീവ്, കാണാൻ ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. ശരിക്കും ആവശ്യമില്ല, ഇല്ലെങ്കിലും സ്ലൈം റെഡിയാവും. ഇതപ്പം കളറുകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മളിനി ഗമ്മിലേക്ക് സ്ലൈം ആക്ടിവേറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കരുത്, വളരെ കുറച്ച് മാത്രം ഒഴിക്കുക. ഒഴിക്കുന്ന സ്പോട്ടിൽ തന്നെ സ്ലൈം ആക്ടിവേറ്റർ പ്രവർത്തിച്ച് സ്ലൈമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു നുരയും പതയൊക്കെ വന്നിട്ട് സ്ലൈം ആക്ടിവേറ്റർ ഈ ഗമ്മിനെ സ്ലൈം ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്ലൈം ആക്ടിവേറ്റർ ഗമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നൊരയും പതയുമൊക്കെ വന്നിട്ട് ഈ ഗമ്മിനെ സ്ലൈമാക്കി മാറ്റുകയാണ്. അതിൻ്റെ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ലൈം ആക്ടിവേറ്റർ ഒഴിക്കുന്നതോടുകൂടി ഗമ്മ് സ്ലൈമിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. ഇനി ഈ പ്രോസസ്സ് ഫുള്ളായി കഴിഞ്ഞാൽ ഗമ്മ് ഒട്ടിപ്പിടിക്കലൊക്കെ മാറി വളരെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് ലഭിക്കും. ഇതാണ് സ്ലൈം എന്ന് പറയുന്നത്. ഇത് സ്ട്രെസ് റിലീഫിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് കുറച്ച് നേരം ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും മിക്സ് ചെയ്തിട്ട് എല്ലാ ഗമ്മും സ്ലൈം ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് സ്ലൈം ആവുന്നതോടുകൂടി പിന്നെ ഈ ഗമ്മ് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. വളരെ ഇലാസ്റ്റിക് ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ നമുക്ക് ലഭിക്കും. ഇത് നമുക്ക് സ്ട്രെസ് റിലീഫിനൊക്കെ യൂസ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന രൂപത്തിലുള്ള സ്ലൈം ലഭിക്കും. വളരെ ഇലാസ്റ്റിക് ആയിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും